കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിലെ രണ്ടാം പ്രതി പോലീസ് പിടിയിലായി. പോലീസിന് കണ്ണ് വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന പെരിങ്ങളം സ്വദേശി രഞ്ജിത്താണ് തെലങ്കാന കമ്മത്ത് നിന്നും പിടിയിലായത്. കേസിൽ വാഴാത്തിരുത്തി സ്വദേശി കെ നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നീ പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. പഴുതടച്ചുള്ള അന്വേഷണത്തിലൂടെ ഉറ്റ സുഹൃത്തുക്കൾ തന്നെയാണ് വിജിലിനെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയത് എന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പൗത്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തി. പിടിയിലായ ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സരോവരത്തെ ചതുപ്പിൽ പരിശോധനയും ആരംഭിച്ചു. അപ്പോഴേക്കും രണ്ടാം പ്രതി രഞ്ജിത്ത് നാടുവിട്ടിരുന്നു. വെള്ളിയാഴ്ച സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ വിജിലിന്റേത് എന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെയാണ് കേസിലെ രണ്ടാം പ്രതിയും പിടിയിലാകുന്നത്. വാഴത്തുരുത്തിക്ക് സമീപമുള്ള ചതുപ്പിൽ പരിശോധന ആരംഭിച്ച് 8ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് അന്വേഷണ സംഘത്തിന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. തലയോട്ടിയൊഴികെ 53 അസ്ഥികളാണ് ലഭിച്ചത്. പിന്നാലെ ഇന്ന് പുലർച്ചെ തെലങ്കാന കമ്മത്ത് നിന്നും ഒളിവിലായിരുന്ന രണ്ടാം പ്രതി രഞ്ജിത്തും പോലീസ് പിടിയിലായി. വൈദ്യപരിശോധന പൂർത്തിയാക്കി രഞ്ജിത്തിനെ ഉടൻ നാട്ടിലെത്തിക്കും. മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകളും കയറും മരിച്ച സമയത്ത് ധരിച്ചതായി കരുതുന്ന വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും ഇന്നലെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം DNA പരിശോധന കൂടി പൂർത്തിയാക്കിയാലേ ലഭിച്ച അസ്ഥികൾ വിജിലിന്റേതാണ് എന്ന് ഉറപ്പിക്കാനാകും. 2019 മാർച്ച് 24 ഉച്ചയോടെ അമിതയളവിൽ ബ്രൌൺ ഷുഗർ കുത്തിവെച്ചതിനെ തുടർന്നാണ് വിജിൽ മരിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. ശേഷം സരോവരത്തെ ചതുപ്പിൽ കല്ലു കെട്ടിത്താഴ്ത്തി. 8 മാസത്തിനു ശേഷം ചതുപ്പിൽ നിന്ന് അസ്ഥിഭാഗങ്ങളെടുത്ത് മരണാനന്തര കർമ്മങ്ങൾ ചെയ്തെന്നും മൊഴിയിലുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.